നമസ്കാരം. പതിരും കതിരും. കർക്കടകത്തിൽ ഇരുണ്ട ആകാശത്തിൻ്റെ കരിനിഴലായിരുന്നു ഭൂമിയിൽ വീണ് കിടക്കുക. എല്ലാം മൂടിക്കെട്ടി നിൽക്കും. ചിങ്ങത്തിൽ ചിരിക്കുന്ന സൂര്യൻ്റെ പ്രകാശം മണ്ണിനെ പ്രശോഭിതമാക്കും. സർവ്വചരാചരങ്ങളിലും ആ വെട്ടം വീഴും. മൂടിക്കെട്ടിയ മുഖങ്ങൾ സന്തോഷത്താൽ ചിരിക്കും. ഇതുപോലെ ഒരു അവസ്ഥയിലാണെന്ന് തോന്നുന്നു കേരളത്തിലെ CPM-ൻ്റെ സമുന്നത നേതാവായ PK ശ്രീമതി. പിണറായി വിജയൻ്റെ ദുർമുഖം പതിഞ്ഞു കിടന്ന ഒരു നിഴലായിരുന്നു ഈ കേരളം കഴിഞ്ഞ 10 വർഷം. അതിൻ്റെ കീഴിൽ കമ്മിവർഗത്തിൽപ്പെട്ട സകല ചരാചരങ്ങളും മൂടിക്കെട്ടി നിൽക്കുകയായിരുന്നു. ആ കരിനിഴലിൽ നിന്നും മോചനം കിട്ടിയ മനുഷ്യരൊക്കെ ജീവിതത്തിലും വിജയിച്ച സന്തോഷത്തിൽ കഴിയുന്നു. അന്തങ്ങളും കമ്മി നേതാക്കന്മാരും അവരെ വർഗവഞ്ചകരെന്നും കുലംകുത്തികളെന്നും ചെറ്റയെന്നുമായിരുന്നു വിളിച്ചിരുന്നത്. TK ഗോവിന്ദനും G സുധാകരനും കുഞ്ഞുകൃഷ്ണനുമൊക്കെ പറയുന്നത് ഞങ്ങൾക്കിപ്പോൾ ചിരിക്കാൻ തോന്നുന്നു എന്നാണ്. ഇത് പറയാൻ കാര്യം ഡൽഹിയിൽ കേരള ഹൗസിൽ നടന്ന ഓണാഘോഷ പരിപാടിയിൽ കണ്ട ഒരു ദൃശ്യമാണ്. അവിടെ വമ്പൻ ഓണാഘോഷ പരിപാടികൾ സർക്കാർ നടത്തുകയായിരുന്നു. അപ്പോഴതാ ക്യൂബയിൽ പോയി തളർന്ന് അവശയായി തിരിച്ചു വന്ന PK ശ്രീമതി പുറകിലെവിടെയോ നിൽക്കുന്നു. VD സതീശൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശ്രീമതി ടീച്ചറുടെ തലവെട്ടം കണ്ടു. ഉടൻ തന്നെ മുഖ്യമന്ത്രി അങ്ങോട്ട് നോക്കി അതാ ശ്രീമതി ടീച്ചർ നിൽക്കുന്നു, വരൂ വേദിയിലേക്ക് കടന്നിരിക്കൂ എന്ന് പറയുന്നു. സ്നേഹത്തോടെ അവരെ വിളിച്ച് വേദിയിലിരുത്തുന്നു. BJP നേതാക്കളും രമേശ് ചെന്നിത്തലയും എല്ലാം തൊട്ടരികിലുണ്ട്. വളരെ സന്തോഷത്തോടെ വന്നിരിക്കുന്ന ശ്രീമതിയെ നമുക്ക് കാണാം. PK ശ്രീമതിയുടെ മുഖത്ത് എന്തൊരു പ്രസരിപ്പും സന്തോഷവുമാണെന്നോ ആ നിമിഷം. മുൻപ് കണ്ട ദുർമുഖമല്ല അപ്പോഴവർക്ക്. ഈ സർക്കാർ വന്ന ശേഷം ശ്രീമതിയുടെ എല്ലാ സങ്കടങ്ങൾക്കുമുള്ള പരിഹാരം അപ്പോൾ കൊടുക്കുകയാണ് സർക്കാർ. ശ്രീമതിയെപ്പറ്റി അപഖ്യാതി പറഞ്ഞു പരത്തിയ ജനൻ ടിവിക്കും കർമ്മ ന്യൂസുകാരനുമെതിരെ പരാതി കൊടുത്തപ്പോൾ തന്നെ സർക്കാർ പരിഹാരം കണ്ടു. പിണറായി വിജയൻ്റെ അരികിൽ പരാതിയും കൊണ്ട് പോകാൻ പോലും ഭയമായിരുന്നു ശ്രീമതിക്ക്. P ശശി അത് മേടിച്ച് ചുരുട്ടിക്കൂട്ടി ഓടയിലെറിയും. എന്തായാലും ഒരു സർക്കാർ പരിപാടിയിൽ കേരളത്തിലെ മുൻമന്ത്രിയും തലമുതിർന്ന നേതാവുമായ PK ശ്രീമതിയെ സ്നേഹത്തോടെ വിളിച്ച് വേദിയിലിരുത്താൻ കാണിച്ച സതീശൻ്റെ നല്ല മനസ്സിന് ശ്രീമതി അകമേ നന്ദി പറഞ്ഞിട്ടുണ്ടാകും. എങ്ങനെയാണ് എതിർ രാഷ്ട്രീയ കക്ഷിയിൽപ്പെടുന്നവരോട് പെരുമാറേണ്ടത് എന്ന് അന്തം കമ്മികൾ കണ്ണു തുറന്ന് കാണണം. കമ്മികൾക്ക് രാഷ്ട്രീയ ശത്രുത വന്നു കഴിഞ്ഞാൽ വീട്ടിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങിൽ പോലും അയാളെ വിളിക്കാറില്ല. രാഷ്ട്രീയമായി നടത്തേണ്ട പരിപാടി അല്ലെങ്കിൽ പോലും അത്തരക്കാരെ 10 അടി അടുപ്പിക്കാറില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം സർക്കാരിൻ്റെ ഓണാഘോഷ പരിപാടിയിൽ വിരുന്നുണ്ണാൻ ചെന്ന പിണറായി വിജയനെ എത്ര സന്തോഷത്തോടെയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ തവണ സർക്കാർ നടത്തിയ ഓണാഘോഷ പരിപാടി ശ്രദ്ധിച്ചിരുന്നില്ലേ? അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ വലത് കൈപ്പുറത്തിരുന്നാണ് VD സതീശൻ സദ്യയുണ്ടത്. അത് മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ടുള്ള തൻ്റെ അവസാനത്തെ ഓണമാണെന്ന് പിണറായിക്ക് അറിയില്ലായിരുന്നു. അന്ന് K സുധാകരൻ പറഞ്ഞത് യൂത്ത് കോൺഗ്രസ്സുകാരെ ആക്രമിച്ച ഒരു സർക്കാരിൻ്റെ സദ്യയുണ്ണാൻ ഞാൻ പോകില്ലായിരുന്നുവെന്നാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ SFIക്കാരെ 7 അയലത്ത് കയറ്റുമായിരുന്നില്ല പരാതി പറയാൻ. പുതിയ സർക്കാർ വന്ന ഉടൻ തന്നെ അവർ നീണ്ട കുറേ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തെ പോയി കണ്ടു. CPM-ൻ്റെ കണ്ണിലെ കരടായ നക്സൽ ഗ്രോ വാസു വരെ സതീശനെ പോയി കണ്ടു. ഇനി കേരള ഹൗസിലെ ഓണാഘോഷത്തിന് മുഖ്യമന്ത്രി വിളിച്ചപ്പോൾ എന്തിനാണ് ശ്രീമതി അടുത്തു പോയിരുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് പാർട്ടി നടപടിയെടുക്കുമോ എന്ന് ആർക്കറിയാം. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് മറ്റുള്ളവരോടുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കണമെന്നതിൻ്റെ ഒന്നാന്തരം പാഠമാണ് VD സതീശൻ. പൊതുചടങ്ങുകളിലും മറ്റും കക്ഷി രാഷ്ട്രീയ നേതാക്കന്മാർ ഒരുമയോടെയും സ്നേഹത്തോടെയും പെരുമാറുന്നത് കണ്ടുവേണം പുതിയ തലമുറ രാഷ്ട്രീയ മര്യാദകൾ പഠിക്കാൻ. എതിർക്കേണ്ടത് ആശയത്തെയാണെന്നും ആളിനെയല്ലെന്നും അവർ മനസ്സിലാക്കണം. പക്ഷേ ഇടതുപക്ഷത്തിന് ഇക്കാര്യത്തിൽ ചില പ്രഖ്യാപിത നിലപാടുകളുണ്ട്. അവർ രാഷ്ട്രീയ ശത്രുക്കളോട് സന്ധി ചെയ്യുന്നതും സഹകരിക്കുന്നതും ഇരുട്ടിൻ്റെ മറവിലും ഒളിയിടങ്ങളിലുമായിരിക്കും. അണികളുടെ മനസ്സിൽ രാഷ്ട്രീയ ശത്രുത ഇല്ലാതായാൽ പ്രസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് ദുർബലമായി പോകുമെന്ന് നേതാക്കന്മാർക്കറിയാം. അതുകൊണ്ട് തന്നെ അണികളെ മൂപ്പിച്ചു വിട്ട് അടിമകളാക്കി നിർത്തി ഒതുക്കത്തിലുള്ള ഒത്തുതീർപ്പ് ഫോർമുലകൾ അവർ നടത്തും. എന്തായാലും കേരള ഹൗസിലെ പരിപാടിയിൽ മുഖ്യമന്ത്രി PK ശ്രീമതിയെ വേദിയിലേക്ക് വിളിച്ച് ഇരുത്തിയതോടെ ചില അന്തം കമ്മികൾക്ക് വല്ലാത്ത ചൊറിച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ഈ പാവം ശ്രീമതിയെപ്പോലെയുള്ളവർ വല്ല നിവൃത്തിയുമുണ്ടെങ്കിൽ മറുകണ്ഠം ചാടി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുമായിരുന്നു. നിവൃത്തികേട് കൊണ്ട് മാത്രം ഈ അടിമവംശത്തിൻ്റെ കൂടെ ശ്വാസം അടക്കിപ്പിടിച്ച് കഴിയുകയാണ്. തെരഞ്ഞെടുപ്പ് പരാജയത്തെപ്പറ്റി പല നേതാക്കളും ഒന്നും മിണ്ടാതെ ഒളിച്ചു നടന്നപ്പോൾ PK ശ്രീമതിയാണ് തൻ്റെ ഇടത്തോടെ ഒരു അഭിപ്രായം പറഞ്ഞത്.
ഇത് ലജ്ജാകരമായ ഒരു തോൽവിയായിപ്പോയി എന്ന്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട പാർട്ടി നിലപാടിനെയും അവർ തിരുത്തി പറഞ്ഞു. നവോത്ഥാനത്തിൻ്റെ പേര് പറഞ്ഞ് സ്ത്രീകളെ ശബരിമലയിൽ കയറ്റിയത് തെറ്റായിപ്പോയെന്ന് അവർ ഒരു ഓൺലൈൻ ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഒരുപക്ഷെ കുറ്റബോധം കൊണ്ട് ഒന്ന് പൊട്ടിക്കരയണമെന്നൊക്കെ PK ശ്രീമതിയുടെ മനസ്സിലുണ്ടാകും. അങ്ങനെ കരഞ്ഞാൽ കാരണഭൂതം കഥ കഴിക്കുമോ എന്ന ഭയമാണ് ഇപ്പോഴും അവരെ ഗ്രസിച്ചിരിക്കുന്നത്.